പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവകരുണയുടെ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ കരുണ മുഴുവനും ഒഴുകുന്ന എവിടെ നിന്നാണ്? വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അപ്പം വിശുദ്ധ കുർബാനയെ നമ്മൾ വേണ്ട പോലെ ഉൾക്കൊണ്ട് അർപ്പിച്ചില്ലെങ്കിൽ ഈ ദൈവകരുണയുടെ ഒഴുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോളം ആകിയാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4ാമത്തെ ക്ലാസ് നമ്മൾ എടുത്തത് വിശുദ്ധ കുർബാനയുടെ 4ാമത്തെ ഭാഗം അനാഫ്ര, കുദാശാക്രമം, അതിനെക്കുറിച്ചാണ് പങ്കുവെച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ച 5ാമത്തെ ക്ലാസ്സിലേക്ക്, 5ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയണം. അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, കുദാശാക്രമം അവസാനിക്കുന്നത് ഈ റൂഹാഷ്ണ പ്രാർത്ഥനയോടുകൂടിയാണ്. പരിശുദ്ധാത്മാവിനെ കാർമ്മികൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിങ്ങളതിന് ശ്രദ്ധിക്കണം. കുർബാന പുസ്തകം എടുത്ത് പിടിക്കണം. എന്നിട്ട് വൈദികൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കണം. വൈദികൻ പ്രാർത്ഥിക്കുന്നത് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ എന്ന് പറഞ്ഞാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിലൊരു സംശയം തോന്നും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഈ ഒരു റുഹാഷ്ണ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമാണോ? അല്ല. വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, അല്ലെ വിശുദ്ധ കുർബാനയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ റുഹാഷ്ണ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് മാത്രമല്ല, തുടക്കം മുതൽ, വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ. എങ്കിലും സഭ വളരെ പ്രത്യേകമാംവിധം പരിശുദ്ധാത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമാണ് റുഹാഷ്ണ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ഈ കുർബാനയുടെ സമയത്തൊക്കെ ഉറങ്ങി നിന്നിട്ട്, തളർന്ന് നിന്നിട്ട്, ജീവനില്ലാതെ അതിനകത്ത് പങ്കെടുത്തേച്ചിട്ട് പിന്നെ അഭിഷേകം വേണമെന്നും പറഞ്ഞ് ഒരൊറ്റ പോക്ക എങ്ങോട്ട്? ധ്യാന സെൻ്ററുകളിലേക്കോ അല്ലെങ്കിൽ ആരാധനകളിലേക്കോ മറ്റേതെങ്കിലും നൊവേനകളിലേക്കോ മറ്റേതെങ്കിലുമൊക്കെ പ്രാർത്ഥനകളിലേക്കൊക്കെ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോകുക. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അഭിഷേകം നടക്കുന്ന സമയം ഏതാ? വിശുദ്ധ കുർബാനയിലാണ്. ഉണ്ടാണ് റുഹാഷ്ണ പ്രാർത്ഥനയുടെ സമയത്ത് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ: പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം. അപ്പൊ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന സമയം ഇതാ സമാഹിതമായി എന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആരെങ്കിലും പല വിചാരത്തിലോ അസ്വസ്ഥതയിലോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശുശ്രൂഷ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമുക്ക് ആദരപൂർവം നിശബ്ദരായി പ്രാർത്ഥിക്കാം. ആരാധനാ സമൂഹത്തെ മുഴുവൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ആദരപൂർവം നിശബ്ദരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാ? ആ സമയത്ത് വൈദികൻ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എങ്ങോട്ടാ എഴുന്നള്ളി വരുന്നത്? ഇതുണ്ടോ? പരിശുദ്ധാത്മാവ് ദിവ്യ രഹസ്യങ്ങളുടെ മേൽ ആവസിച്ച്, അതായത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ ഈശോയുടെ കുദാശാകർമ്മം അവിടെ നടന്നു, അല്ലേ? ആ കുദാശാ വചനങ്ങൾ ഉച്ചരിച്ച് വൈദികൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. അപ്പം ആ വിശുദ്ധ കുർബാനയുടെ മേൽ, ആ ദിവ്യകാരുണ്യത്തിൻ്റെ മേൽ, ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന സമയമാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പരിശുദ്ധ കുർബാനയെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ഉത്തിതനായ മിശിഹായുടെ ശരീരവും രക്തവുമായി അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന നിമിഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കുദാശ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഉത്തിതനായ കർത്താവിൻ്റെ കൗദാശിക സാന്നിധ്യമുള്ള ദിവ്യ രഹസ്യമായിട്ട് അവിടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ മാറുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആരാധനാ സമൂഹം ഇവിടെ വിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിച്ചത്? ശരീരവും രക്തവും എന്ത് ചെയ്യപ്പെട്ടു? പരിശുദ്ധാത്മാവ് ആവസിച്ചു. ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു, പൗത്രീകരിക്കപ്പെട്ടു, ആശീർവദിക്കപ്പെട്ടു. കർത്താവിൻ്റെ ഉത്ഥിതനായ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറി, അമർത്തിതിരെ ഔഷധമായി വിശുദ്ധ കുർബാന മാറി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വരേണ്ട, ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചോദ്യം ഇതാണ്: ഇവിടെ ഇതൊക്കെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരാധനാ സമൂഹത്തിന് എന്താ സംഭവിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. നമ്മളിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അത് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ: ആരാധനാ സമൂഹം കടങ്ങൾ പൊറുക്കപ്പെട്ട്
പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ട് ശരീരവും ആത്മാവും വിശുദ്ധീകരിക്കപ്പെട്ട് മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തിന് യോഗ്യരാക്കപ്പെട്ട് നിത്യജീവന് അവകാശികളായി മാറുന്നു. വലത്തുകരമുയർത്തി സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഈശോയുടെ ശരീരവും രക്തവും പൗത്രീകരിക്കപ്പെടുമ്പോൾ, ആശീർവദിക്കപ്പെടുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്ന ആ സമയത്ത് ആരാധനാ സമൂഹത്തിന്റെ മേലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് സഭ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. എന്താ കിട്ടുന്നത്? പാപക്കടങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, പൊറുക്കപ്പെടുന്നു, ശരീരവും നമ്മുടെ ശരീരവും ആത്മാവും വിശുദ്ധീകരിക്കപ്പെടുന്നു, മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തിന് നമ്മൾ യോഗ്യരാക്കപ്പെടുന്നു, നമ്മൾ നിത്യജീവന് അവകാശികളായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇത് ഇവിടെ ഇപ്പോൾ ഈ സംഭവിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും വിശുദ്ധീകരണവും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനുള്ള യോഗ്യതയും നിത്യജീവനുള്ള യോഗ്യതയും ഒക്കെ നമുക്ക് തരുന്ന മറ്റൊരു കുദാശയുണ്ട്. അത് ഞാൻ ഇതിനപ്പുറത്ത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഹല്ലേലൂയ. ഇനി 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വൈദികൻ ഈ റൂഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത് എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഏതൊക്കെയാണ്? 1, വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ആവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ ആവസിക്കണം? ഇതിനു മുൻപ് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് ആവസിച്ച ഒരു സംഭവമുണ്ട്. അതെപ്പോഴാ? ഈശോയുടെ ജനനത്തെ കുറിച്ച് അറിയിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ ദൈവമാതാവാകാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. പരിശുദ്ധ മറിയത്തിൽ ഈശോയെ രൂപപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ റുഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ആരാധനാ സമൂഹത്തിന്റെ മേലും പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ മേലും ആവസിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. മറിയം സംശയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഈശോ ജനിക്കാൻ പോകുന്നതിനെ കുറിച്ച്, ദൈവപുത്രൻ ജനിക്കാൻ പോകുന്നതിനെ കുറിച്ച് ദൈവദൂതൻ വെളിപ്പെടുത്തുമ്പോൾ മറിയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ആ സംശയത്തിന് ദൈവദൂതൻ ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതായത് ദൈവം മനുഷ്യനായി മാറിയത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലാണ്. ആ മനുഷ്യനായ ദൈവം ഒരപ്പമായി, അപ്പത്തിൽ വസിക്കുന്നവനായി മാറിയത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് ആവസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളും എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീര രക്തങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നത് പോലെ തന്നെ എൻ്റെ മേലും ആവസിക്കണമേ, എൻ്റെ മേലും നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വിശുദ്ധ കുർബാനയെ ആശീർവദിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയെ ആശീർവദിക്കണം. അതായത് ആത്മാവിൻ്റെ ആവാസം വഴി ദൈവത്തിന് പ്രീതികരമായി തീരാനായിട്ട്, ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണത്. ആശീർവദിക്കപ്പെടണം. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ അത് സംഭവിക്കണം. ദൈവത്തിൻ്റെ കൃപയുടെ നിറവ് അവിടെ ഉണ്ടാകണം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഈ റുഹാഷണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? വിശുദ്ധ കുർബാനയെ പൗത്രീകരിക്കണമേ എന്നാണ്. വിശുദ്ധ കുർബാനയെ പൗത്രീകരിക്കണം. അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആവസിക്കണം, പിന്നെ എന്ത് ചെയ്യണം? ആശീർവദിക്കണം, പിന്നെ എന്ത് ചെയ്യണം? പൗത്രീകരിക്കണം. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണ്ടേ? വേണം. അത് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് വിശ്വസിച്ച് അതേ കർമ്മം തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. കാരണം ലോകം കാണുന്ന വിശുദ്ധ കുർബാന ആരാ? ഞാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം കാണുന്ന നാളെ പുറത്തിറങ്ങി വിശുദ്ധ കുർബാനയായി ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് ഞാനാ, നിങ്ങളാ, നമ്മൾ ഓരോരുത്തരുവാ. അപ്പം നമ്മളെ ഒരു വിശുദ്ധ കുർബാനയായി തന്നെ, ഒരു ദിവ്യകാരുണ്യമായി തന്നെ മാറ്റുന്ന
ഒരു സംഭവം അവിടെ നടക്കുക. അങ്ങനെ ഒരു സംഭവം വിശുദ്ധ കുർബാനയായി നമ്മൾ മാറുന്ന, വേറൊരു ദിവികാരുണ്യമായി നമ്മൾ മാറുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഈ ഭാഗത്ത് നമ്മൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ, പങ്കെടുത്തിട്ടില്ല. ഇതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആവസിക്കാനും അഭിഷേകം കിട്ടാനും കൃപാവരങ്ങൾ ലഭിക്കാനും ദൈവത്തിന്റെ തിരുമനസ് പൂർത്തിയാക്കാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് എവിടുന്നാ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഇന്നലെ എന്നോടൊരു വ്യക്തി ഒരു സംശയം ചോദിച്ചു. അതൊരു വിഷയമാണ്, അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല. അതുകൊണ്ട് ഞാനത് മാറ്റിവെക്കുവാണ്, പിന്നീട് പറയാം. എവിടുന്നാ സിസ്റ്ററെ ഈ പിശാച് ആവസിച്ച് കടന്നു വരുന്ന മനുഷ്യർക്ക് എവിടുന്നാ വിടുതൽ കൊടുക്കുന്നത്? ആരാ വിടുതൽ കൊടുക്കുന്നത്? ആരാ സൗഖ്യം കൊടുക്കുന്നത്? ആ ചോദ്യം ഇവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. അത് വലിയൊരു വിഷയമാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സംശയം അത്. എവിടുന്നാ, ആരാ, എപ്പോഴാ, എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നോട്ടീസ് നിങ്ങളുടെ കൈ കിട്ടുവാന്ന് കരുതിക്കോ. ആ നോട്ടീസിന്റെ ഒരു ഹെഡിങ് ഇങ്ങനെയാ, ഡെലിവറൻസ്. ആ നോട്ടീസിൽ ഒരു ഒരു ഹെഡിങ് ഉണ്ട്, ഒരു പരസ്യമുണ്ട്. എന്താണത്? ഡെലിവറൻസ്. നമ്മൾ എന്ത് ചെയ്യും? ഓ, ഡെലിവറൻസോ? പിന്നെ ഒരൊറ്റ ഓട്ടമാ. എങ്ങോട്ട്? ഈ ഡെലിവറൻസിന് വേണ്ടി. പിന്നെ അത് ആരാ കൊടുക്കുന്നതെന്ന് കരുതി അവരുടെ ചുറ്റും കൂടുക നമ്മൾ. ഈ ഡെലിവറൻസ് നടക്കുന്നത് എവിടെയാ? വിശുദ്ധ കുർബാനയിലാ. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് പരസ്യമായി അവയെ അവഹേളനാപാത്രമാക്കി. എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ ഒരു പൈശാചിക പീഡ ഉണ്ട് എന്ന് തോന്നിയാൽ ഞാൻ ഡെലിവറൻസ് കൊടുക്കുന്നവരുടെ പുറകെ ഓടണ്ട. സഭ എനിക്ക് ഡെലിവറൻസ് തരുന്നത് എവിടെന്നാ? വിശുദ്ധ കുർബാനയിലൂടെ. വിശുദ്ധ കുർബാനയിൽ നിന്നാ, വേറെ ആർക്കുമില്ല. ഈശോയാണ് ഇത് നമുക്ക് നേടിത്തരുന്നത്. ഇത് ഈശോയുടെ കുരിശും മരണത്തിൻ്റെ കാൽവരിയിലെ ബലിയുടെ യോഗ്യതയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സഭ നമുക്ക് തരുന്നത് ഈ വിശുദ്ധ കുർബാനയുടെ പരികർമ്മത്തിലൂടെയാണ്. അപ്പോൾ ഡെലിവറൻസ് എനിക്കോ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ അല്ല എൻ്റെ കുടുംബത്തിനോ എൻ്റെ തലമുറകൾക്കോ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോയാൽ മതി? ഡെലിവറൻസ് നടക്കുന്നത് ബലിയർപ്പിക്കുമ്പോഴാണ്. സാത്താനെ പരാജയപ്പെടുത്തിയത് അതാണ്. ആധിപത്യങ്ങൾ, സാത്താന്റെ ആധിപത്യം, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും സാത്താന്റെ അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. സാത്താൻ ഇനി നമ്മുടെ മേൽ വിജയമില്ല. കർത്താവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ദൈവം സ്വന്തമാക്കിയിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേലും സാത്താന് അവകാശമില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവം പോലും വിട്ടുപോകുന്നത്, ആ ഡെലിവറൻസ് നടക്കുന്നത്, ആ സൗഖ്യം നടക്കുന്നത് എവിടെയാ? വിശുദ്ധ കുർബാനയില. വലത്തേരം ഉയർത്തി ഓർക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5 കാര്യങ്ങളാണ്. അതിൽ 3 സിസ്റ്റർ പറഞ്ഞു. 4-മത്തെ എന്താണെന്നറിയോ? കടങ്ങളും പാപങ്ങളും മോചിതമാകണം. വിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമ്മുടെ എല്ലാ കുറവുകളിൽ നിന്നുമുള്ള ഒരു വിമോചനം, ബന്ധനങ്ങളിൽ നിന്നുള്ള ഒരു വിമോചനം. സൗഖ്യപ്പെടേണ്ട മേഖലകൾക്ക് സൗഖ്യം ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അതാണ് കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം. ഈ കുറ്റബോധവും നിരാശയൊക്കെ എങ്ങനെ വരുന്നതാ? നമ്മുടെ ഉള്ളില് ഇതിങ്ങനെ കിടക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയി ഏതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ചുള്ള വേദന, നൊമ്പരം, സങ്കടം, ഞാനത് ചെയ്തു പോയല്ലോ, ഞാനത് പറഞ്ഞു പോയല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ, ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക നമ്മൾ. ആ ഒരു മുറിവ് സൗഖ്യപ്പെടണം. അതാണ് പാപത്തിന്റെ പരിണതഫലമായിട്ടുണ്ടാകുന്ന മുറിവ് സുഖപ്പെടുത്തുന്നവൻ ഈശോയ. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവളെ ഈശോ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തേ വിട്ടത് അല്ലേ? പാപമോചനം മാത്രമല്ല, വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാൻ തക്ക വിധത്തിലുള്ള സൗഖ്യ അനുഭവത്തോടെയാണ് അവൾ ഈശോയുടെ അടുത്തുനിന്ന് പോയത്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 5-മത്തെ എന്താന്ന് നോക്കിയേ? ഉയർപ്പിലുള്ള പ്രത്യാശയും സ്വർഗരാജ്യത്തിലെ നിത്യജീവിതവും. ഹല്ലേലൂയ. നമ്മൾ പ്രത്യാശിക്കണം. എന്താ പ്രത്യാശിക്കുന്നത്?
ഉയർപ്പ്. ഈ ഭൂമിയിൽ ജീവിച്ച് മരണമെന്ന കവാടത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ചത് സ്വർഗത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് സഭ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിച്ചേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ ഒരു ഹെഡിങ് ഇല്ലേ, ദേവാലയത്തിലെ നീർച്ചാൽ, അങ്ങനൊരു ഹെഡിങ് ഉണ്ട്. നമ്മളൊക്കെ വായിക്കാറുള്ള ഒരു ഭാഗമാണ് ദേവാലയത്തിലെ നീർച്ചാൽ. നമ്മൾ ഒത്തിരി നീർച്ചാലുകൾ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടു നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജലം ഒഴുകുന്നത്. ഈ ജലം, ബൈബിളില് ജലം ഒഴുകുന്നു ദേവാലയത്തിൽ നിന്ന്, വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന്, ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് നീർച്ചാൽ ഒഴുകുന്നു എന്നാണ് ആ തിരുവചനം വായിക്കുമ്പോൾ. അപ്പൊ ഈ നീർച്ചാൽ എന്താ? ബലിപീഠത്തിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നീർച്ചാൽ എന്താ? പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. അപ്പൊ ആ നീർച്ചാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആദ്യം ആ നീർച്ചാലിന്റെ ആഴം എന്തേരമായിരുന്നു? കണങ്കാല് വരെ, പിന്നെയോ മുട്ടോളം, പിന്നെയോ അരയോളം, പിന്നെയോ കഴുത്തോളം, പിന്നെയോ തലയ്ക്ക് മുകളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്ന അരൂപിയുടെ ഒരു പ്രതീകമാണ് ഈ നീർച്ചാല്. വിശുദ്ധ കുർബാനയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് സഭ മുഴുവനിലേക്കും, ലോകം മുഴുവനിലേക്കും, ഓരോ ദൈവ മക്കളിലേക്കും സഭ ഈ വിശുദ്ധ കുർബാനയിലൂടെ എന്തൊഴുക്കുന്നു? പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അത് ഇച്ചിരിയല്ല, ഒന്നും രണ്ടും തുള്ളിയല്ല, അല്ലേ? ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ചിലർക്ക് കണങ്കാല് വരെ ഉള്ളൂ, കാല് കഴുകിയ ചിലർ കയറിപ്പോവും. അവർ കാല് കഴുകി അവർ കയറിപ്പോവും. ചിലരെന്ത് ചെയ്യും? മുട്ടോളമാകും. മുട്ടോളം, അതായത് നമുക്കുള്ള ദൈവാനുഭവത്തിന്റെ വ്യത്യസ്തത ഇവിടെ കാണാൻ പറ്റും. ചിലർക്ക് മുട്ടോളമുള്ള അനുഭവം, അല്ല, ചിലർക്ക് കണങ്കാലോളമുള്ള അനുഭവം, ചിലർക്ക് മുട്ടോളമുള്ള അനുഭവം, ചിലർക്ക് അരയോളമുള്ള അനുഭവം, ചിലർക്ക് കഴുത്തോളം, ചിലർക്ക് ജീവിതത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവാനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തെ മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്ന, പൊതിഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ അഭിഷേകമാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഈ ബലിപീഠത്തിൽ നിന്ന്, ഈ അൾത്താരയിൽ നിന്ന്, വൈദികൻ സഭ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്നത്. പിന്നെ നമ്മൾ അഭിഷേകത്തിന് വേണ്ടി വേറെ എവിടെയാ പോകേണ്ടത്? ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റൂഹാഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം കൃതജ്ഞതാ പ്രകടനം ചൊല്ലി ബലിപീഠത്തെ ചുംബിച്ച് വൈദികൻ ആ തലം നിർത്തുന്നുണ്ട് അവിടെ. എന്നാൽ ഈ സഭയുടെ ഹൃദയത്തിലുണ്ടല്ലോ എന്നും എക്കാലവുമുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഈ വിശുദ്ധ കുർബാന. സഭ എന്നും പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാവോ? സഭയ്ക്ക് അറിയാമോ ആർക്കെങ്കിലും? സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്ന് ഹിൽട്ടൺ ജംഗ്ഷൻ പറയുന്നതും പോൾ ആറാമൻ മാർപ്പാപ്പ പറയുന്നതൊക്കെ ഒരേ കാര്യമാണ്. എന്താണെന്നറിയാവോ? സഭയുടെ എന്നുമുള്ള ആഗ്രഹം, സഭയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നിത്യ പന്തക്കുസ്തയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യ പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ സഭയിൽ എപ്പോഴും പന്തക്കുസ്തയായിരിക്കണം. സഭയ്ക്ക് എപ്പോഴും പന്തക്കുസ്ത അനുഭവമായിരിക്കണം. സഭയുടെ മക്കളുടെ പ്രാർത്ഥന അനുഭവം എന്ന് പറയുന്നത്, ദൈവ അനുഭവം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ പന്തക്കുസ്ത അനുഭവമായിരിക്കണം. അതാ സഭ. സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഈ പ്രാർത്ഥന നിരന്തരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഓരോ മാർപ്പാപ്പമാരും മെത്രാന്മാരും സഭയുടെ നേതൃത്വം മുഴുവനും അതാത് കാലഘട്ടങ്ങളിൽ ഈ കാലയളവിൽ ഞങ്ങൾക്ക് നിത്യമായ പന്തക്കുസ്ത തരണമേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ എന്നുള്ള സഭയുടെ ഹൃദയത്തിലെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കൊടുക്കുന്ന സമയമാണ് ഈ റൂഹാഷണ പ്രാർത്ഥനയുടെ സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സഭയിൽ നിത്യ പന്തക്കുസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സഭയ്ക്ക് നിത്യ പന്തക്കുസ്ത വേണമെന്ന് സഭ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ മെത്രാന്മാരും മാർപ്പാപ്പാമാരും ഒക്കെ ഇങ്ങനെ സഭ നിത്യമായ പന്തക്കുസ്ത അനുഭവത്തിൽ എന്നും നിലനിൽക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പന്തക്കുസ്ത അനുഭവം എന്തായിരുന്നു? 2-3 കാര്യങ്ങൾ നമുക്കവിടെ ഓർക്കാതിരിക്കാൻ പറ്റിയില്ല. ഒന്ന്, ഈ പന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഐക്യത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. 3, സ്നേഹത്തിന്റെ അനുഭവമാണ്. അപ്പൊ ഓരോ വിശുദ്ധ കുർബാനയിലും നിർഗളിക്കുന്ന, പ്രവഹിക്കുന്ന, ആവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്, കൃപയാലാണ്, ആ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ഒഴുക്ക് മൂലമാണ് സഭ എന്നും നിത്യ പന്തക്കുസ്തയിൽ നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ സഭ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നത്. സഭയ്ക്കൊരു കൂട്ടായ്മയില്ലായിരുന്നു. എപ്പോഴാണ് കൂട്ടായ്മ ഉണ്ടായത്? ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെല്ലാം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അവര് ഒരേ ഹൃദയവും ഒരേ മനസ്സുമുള്ളവരായി തീർന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് ഒരേ ആത്മാവിൽ വ്യാപരിച്ചു, ഒരേ കൂട്ടായ്മയിൽ വ്യാപരിച്ചു. നമുക്കറിയാം, ഐക്യമുള്ളവര് എന്ത് ചെയ്യും? ഒരേ കാര്യങ്ങളിൽ ഐക്യമുള്ളവർക്ക് അവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ടാകും. ഈ കൂട്ടായ്മയും ഐക്യവുമാണ് നമ്മുടെ ഓരോ ആഘോഷങ്ങളും. സഭയിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും ഈ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെ ആഘോഷമാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒത്തിരി പേര് ഒരുമിച്ച് ചേർന്നിരിക്കുക, നമ്മളും ഇന്നിവിടെ ആഘോഷിക്കുക. വന്നത് ഒരുപാട് ദുഃഖത്തോടു കൂടിയാണെങ്കിലും തമ്പുരാന്റെ മുഖത്ത് നോക്കി ഇരുന്ന് കഴിയുമ്പോൾ, തമ്പുരാന്റെ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എല്ലാം മറന്നിട്ട് ഒരാനന്ദത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുത്ത അനുഭവത്തോടെയല്ലേ തിരിച്ചു പോകുന്നത്? ആണോ? അതെ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും, പരിശുദ്ധ കത്തോലിക്ക സഭയിലും കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും എന്താണ് ഈ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? നമ്മൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കുടുംബത്തിൽ പോലും ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ ഒന്നായിരിക്കേണ്ടവരാണ് ആര്? ഭാര്യ ഭർത്താക്കന്മാര്, മാതാപിതാക്കളും മക്കളും, അല്ലേ? സഹോദരി സഹോദരങ്ങൾ. ഇവിടെ എല്ലാം കാണുന്നത് ഐക്യവും കൂട്ടായ്മയും സാഹോദര്യവുമാണോ? അല്ല, മറിച്ച് അനൈക്യം, ഭിന്നത, ശത്രുത, വിദ്വേഷം. അപ്പൊ ഇതിന്റെ കാരണം എന്താ? ഇതിന്റെ കാരണം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആവസിക്കല്, പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ ഒഴുക്ക്, അത് ഹൃദയത്തിലേക്ക്, ഹൃദയം തുറന്ന് ഹൃദയത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നമ്മൾ ബലി അർപ്പിച്ചിട്ട് പോകുന്നത് കൊണ്ടല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ ഭിന്നത നിലനിൽക്കുന്നത്? വിവാഹം കഴിഞ്ഞ് 2 മാസമായി കഴിയുമ്പോൾ, 2 ദിവസമായി കഴിയുമ്പോൾ, 2 വർഷമായി കഴിയുമ്പോൾ ഡൈവേഴ്സ് മതി, ഇനി കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മക്കള്, അങ്ങനെയുള്ളൊരു തലമുറ ഇന്ന് നിലനിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം നമ്മുടെ കുടുംബത്തിൽ ഇല്ല എന്നുള്ളതല്ലേ സത്യം? ആണോ? ആണോ? അതെ. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നവരാ. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും എന്ത് പോകണം? ഈ ഭിന്നതയും അനൈക്യവും അസ്വസ്ഥതയും പോകണം. പിന്നെ നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിലും മക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഇങ്ങനെയുള്ള ശുശ്രൂഷ കേന്ദ്രങ്ങളിലും ഒക്കെ എന്തു വർത്തിക്കണം? പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം. പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ അത് അരൂപിയിലുള്ള ജീവിതം, ഒരേ ആത്മാവും ഒരേ ഹൃദയവും, ഒരേ കാര്യം ചിന്തിക്കാനാണ് പൗലോസ് പറയുന്നത്. ഒരേ ആത്മാവിൽ ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറാനാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി ഈശോയ്ക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങള്, വരദാനങ്ങള് നമ്മൾ സമർത്ഥമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവ അനുഭവം, വളർച്ച എവിടെ എത്തി നിൽക്കുന്നു? കണങ്കാൽ അനുഭവമേ ഉള്ളോ? അരയോളം ഉണ്ടോ? കഴുത്തോളം ഉണ്ടോ? തലയ്ക്ക് മുകളിലുണ്ടോ?
എന്നെ മുഴുവൻ ആവരണം ചെയ്തു നിൽക്കുന്ന, എൻ്റെ ജീവിതത്തെ മുഴുവൻ ആവരണം ചെയ്തു നിൽക്കുന്ന, പൊതിഞ്ഞു നിൽക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തമായ ഒരു നയിക്കലും അഭിഷേകവും കൃപയും എന്നിലുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1 കൊറിന്ത്യൻസ് 12:13 മുതൽ. അത് പെട്ടെന്നൊന്ന് വായിക്കാമെങ്കിൽ നല്ലതാണ്. അതായത് ഈ ഐക്യം എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. വായിച്ചു 13 മുതൽ. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. ഏക ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ആത്മാവ്, അത് ഈശോയുടെ ആത്മാവാണ്. ഏക ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഈശോയുടെ ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. വായിച്ചു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. നമ്മൾ എത്രത്തോളം പല വിധത്തിൽ നമ്മൾ വ്യത്യസ്തരാണെങ്കിലും നമ്മളിൽ എല്ലാവരിലും ഒരുപോലെയുള്ളത് ഒരു കാര്യമാണ്. എന്താണത്? ഈശോയുടെ ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എവിടെ മുതലാ? മാമോദീസ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിന്റെ കാര്യം മുതലെടുത്താല് അതങ്ങനെയാണ്. മാമോദീസ സ്വീകരിക്കുന്ന, അതായത് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1263 സഭ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും, ഉത്ഭവഭാവവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. വീണ്ടും ജനിച്ചവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും, ആദത്തിന്റെ പാപമാകട്ടെ പാപത്തിന്റെ പരിണതപരമായി വരുന്ന ഒന്നും നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ആദ്യം സ്വീകരിക്കുന്ന കുദാശ ഏതാ? വിശുദ്ധ കുർബാനയാണോ? അല്ല. നമ്മൾ എത്ര നാൾ കഴിഞ്ഞിട്ടാ, എത്ര വർഷം കഴിഞ്ഞിട്ടാ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? അപ്പൊ അതുവരെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളില്ലേ? ഈശോയുടെ കാൽവരിയിലെ ബലിയുടെ ഫലങ്ങളില്ലേ? ഉണ്ട്. എപ്പോഴാണത്? മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും, ഉത്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയിൽ നിന്നാണ് ഈ പാപമോചനം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗാവസ്ഥ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നമ്മളെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? മാമോദിസ കൊടുക്കും. ഇനി പള്ളിയിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം പോലും ഇല്ലെന്ന് തോന്നിയാൽ, ആശുപത്രിയിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടുമാമോദിസ കൊടുക്കും. എന്താണ് കാരണം? കർത്താവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയിൽ നിന്ന് ഒരാത്മാവിന് ലഭിക്കേണ്ട പാവക്കടങ്ങളിൽ നിന്നെല്ലാം ഈ മാമോദിസായിലൂടെ തന്നെ നമ്മൾ വിടുതൽ നേടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട് സഭ എടുത്തു പറയുകയാണ്, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ തടയുന്ന, നിത്യജീവന അവകാശിയാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം നേടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കണ്ടോ, വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കാൻ പ്രായമാകുന്നതിന് മുൻപ് തന്നെ മാമോദീസ എന്ന കുദാശയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ ഈ അൾത്താരയിൽ നിർഗളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ദൈവം നമ്മുടെ മേലെ ഒഴുക്കുക, ദൈവം നമുക്ക് ദാനമായി തരുക. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ 1265 ഹെഡിങ്ങിലും സഭ നമ്മളോട് ഇങ്ങനെ പറയാം, മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു, ദൈവത്തിന്റെ ദത്തപുത്രരാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഉള്ളില് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാ. വീണ്ടും സഭ പറയുന്നു, നമ്മൾ ദൈവിക സ്വഭാവമുള്ളവരാകുന്നു. മാമോദീസായിലൂടെ നമ്മൾ ആരായി മാറുന്നു? ദൈവിക സ്വഭാവമുള്ളവരായി മാറുന്നു. ക്രിസ്തുവിന്റെ അവയവവും അവിടുത്തോടൊപ്പം സഹ അവകാശിയും
പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായി നമ്മൾ മാറുന്നു. സഭ പഠിപ്പിക്കുന്നതാണിത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. സിസ്റ്റർ വായിക്കുന്നത്, ഒന്നും കൂടെ വായിക്കാം. മാമോദിസ എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഇപ്പൊ മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പ്രായമാകുന്നതിന് മുൻപ് നമ്മൾ മരിച്ചു പോയാലും ഈ വിശുദ്ധ കുർബാനയിലൂടെയുള്ള എല്ലാ കൃപകളും ആ കുഞ്ഞിന്, ആ വ്യക്തിക്ക് കിട്ടുകയാണ്. അതുകൊണ്ടാണ് സഭ പറയുന്നത് പുതിയ സൃഷ്ടിയാകുന്നു, ദൈവത്തിന്റെ ദത്തുപുത്രരാകുന്നു, ദൈവിക സ്വഭാവമുള്ളവരാകുന്നു, ക്രിസ്തുവിന്റെ അവയവവും അവിടുത്തോടൊപ്പം സഹ അവകാശിയും പരിശുദ്ധാത്മാവിന്റെ ആലയവുമായി നമ്മൾ മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലുടനീളം ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ പോയാൽ വേറൊരു സഹായകനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ മേലൊരു സഹായകനെ അയക്കും. അപ്പം ഈശോയുടെ വാഗ്ദാനമാണ് ഈ സഹായകൻ എന്ന് പറയുന്നത്. ആരാ? ഈശോയുടെ വാഗ്ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:49 നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ള എല്ലാ വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണം സംഭവിക്കുകയാണ് ഈ റുകാഷണ പ്രാർത്ഥനയുടെ സമയത്ത്. നമ്മൾ അറിയുന്നുണ്ടോ? അത് പെട്ടെന്ന് അങ്ങ് കടന്നു പോകുന്നു. നമ്മളത് ചിലപ്പം അറിയാതെ തന്നെ കടന്നു പോകുന്നു. അറിയാതെ തന്നെ ആ ഭാഗം, ആ പ്രാർത്ഥനയും അങ്ങനെ ഒരു സംഭവം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടക്കുന്ന സംഭവമൊക്കെ നമ്മൾ മറന്നു പോയിട്ടാണ് നമ്മൾ ചിലപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കടന്നു പോകുന്നത്. അതുകൊണ്ട് സഭയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. പോൾ ആറാമൻ മാർപ്പാപ്പയും 23 യോഹന്നാൻ മാർപ്പാപ്പയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെയുള്ള ഒരു നവീകരണം സഭയ്ക്ക് എന്നും തരണേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കാരെയും നവീകരിക്കാൻ പറ്റിയല്ല, നമുക്കാരെയും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റിയല്ല. പറ്റുമോ? ഒരിക്കലും പറ്റിയില്ല. എങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ പോകുന്നത്? സ്പിരിച്വൽ ഷെയറിങ് നടത്തുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുന്നവരോ ആർക്കും ചെയ്യാൻ പറ്റിയല്ല. അത് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ. ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഒരമ്മയും കൊച്ചും എൻ്റെ അടുത്ത് വന്നു. ഈ കൊച്ചിന് വലിയൊരു മാനസാന്തര അനുഭവം ആവശ്യമുണ്ട്. ഞാൻ അവളോട് അവളുടെ ചില തെറ്റായ രീതികളും അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പം അവൾ എന്നെ ഇങ്ങനെ വല്ലാതെ രൂക്ഷമായിട്ട് നോക്കുകയും എഴുന്നേറ്റ് വന്ന് സിസ്റ്റിനിട്ട് 2 അടിയും കൊടുത്തെങ്കിലും തോന്നത്തക്ക രീതിയിൽ അവൾ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരങ്കലാപ്പും ഇല്ലായിരുന്നു. അവളെ പരിശുദ്ധാത്മാവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ആ കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എല്ലാം ഞാൻ ഉപേക്ഷിച്ചു സിസ്റ്ററെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ സന്തോഷവതിയായിട്ട് ആ കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എല്ലാ തിന്മയും ഞാൻ ഉപേക്ഷിച്ചു. അവളുടെ മുഖമൊക്കെ പ്രകാശിക്കാൻ തുടങ്ങി. അതിനു മുൻപ് ഈ തിന്മ അവളുടെ ഹൃദയത്തിലിരുന്നപ്പോൾ അവള് വേറെ ഒരു വ്യക്തിയായിട്ട് അവൾ പ്രതികരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സഭ പറയുന്നത്, സഭ പ്രാർത്ഥിക്കുന്നത്, മാർപ്പാപ്പയൊക്കെ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെയുള്ള ഒരു നവീകരണം. അതാ സംഭവിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ 2ാം വരവിനൊക്കെ ഒരുങ്ങുവാണ് സഭ, അല്ലേ? അത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടാകുമായിരിക്കും, നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ഹിതം ഒന്നും അറിയത്തില്ല നമുക്ക്. ഏതായാലും ബൈബിളിൽ പറയുന്ന പല അടയാളങ്ങളും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഒരുങ്ങാൻ സമയമായി. ഇപ്പോൾ ഒന്നും ഉണ്ടാകില്ലെന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പം എന്താ ചെയ്യേണ്ടത്? നിത്യരക്ഷ അവകാശമാക്കാൻ തക്ക വിധത്തിലുള്ള ഒരു അത്ഭുത നവീകരണം, ഒരു മാനസാന്തരം നമ്മൾ സംഭവിക്കുന്നത് അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് സംഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചൊവ്വാഴ്ച സ്പിരിച്വൽ കൗൺസിലിംഗ് എടുത്തു കഴിയുമ്പോൾ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 3 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച അല്ലെങ്കിൽ 9 ആഴ്ച ഇവിടെ വന്ന് ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. എന്തിനാണ്? പരിശുദ്ധാത്മാവ് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. അതിനിടയ്ക്ക് 2 പ്രാവശ്യം നിങ്ങൾ നന്നായി കുമ്പസാരിക്കണം. എന്തിനു വേണ്ടിയാണ്? ആരും നിങ്ങളോട് ഡയറക്റ്റ് പറയുന്നില്ല നന്നാകാതെ ശരിയാകിയാലെന്ന്, അല്ലേ? നന്നാകാതെ ശരിയാകിയാലെന്ന് പറയുന്നില്ലെങ്കിലും മറ്റൊരു ഭാഷയിലൂടെ പറയുകയാണ്, നിങ്ങൾ നന്നായാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് നമ്മളങ്ങ് പറയുകയാണ്. ഈ നന്നാക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. നോക്കിയേ, ആ അപ്പസ്തോലന്മാരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? അവരിലേക്ക് കടന്നു വന്ന ഈ അതിശയകരമായ ശക്തി അത് പരിശുദ്ധാത്മാവല്ലേ?
ആണോ? അവര് വെറും സാധാരണക്കാര്, മണ്ടന്മാര്, പൊട്ടന്മാര്, വിദ്യാഭ്യാസമില്ലാത്തവര്, ഒന്നുമില്ലാത്തവര്. ഇവരെ തിരഞ്ഞെടുത്ത ദൈവം എന്ത് കണ്ടോണ്ടാ അല്ലെ? ഇവരെ എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവർക്ക് എന്ത് കഴിവാ ഉള്ളത്? പക്ഷേ ഈശോയ്ക്ക് അറിയാമായിരുന്നു, ഈശോയുടെ ആത്മാവിനെ അവരിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈശോ ജീവിക്കുന്ന പോലെ തന്നെ, ഈശോ പ്രസംഗിച്ചതുപോലെ തന്നെ, ഈശോ നിലകൊണ്ടതുപോലെ തന്നെ അവരും നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, ശുശ്രൂഷകരെ ഞാൻ തീനാളങ്ങളാക്കും. വചനത്തിൽ പറയുന്നുണ്ട്, ശുശ്രൂഷകരെ ഞാൻ തീനാളങ്ങളാക്കും. നമ്മളെല്ലാം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാ. ഈ അഗ്നിയുണ്ടല്ലോ, സഭയ്ക്ക്, സഭയുടെ മേലെ പന്തക്കൊസ്താ ദിനം ഇറങ്ങിയ അഗ്നിയുണ്ടല്ലോ, തീനാവുകളുണ്ടല്ലോ, അതെപ്പോഴാണ് ഇറങ്ങുന്നത്? ഈ അഗ്നി ഇറങ്ങുന്ന സമയമാണ് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത്. ഹല്ലേലൂയ. ഈ തീ നമ്മുടെ മേലെ ആവസിക്കുന്ന സമയമാണ്. ഈ തീ ആവസിക്കുമ്പോൾ എന്ത് ചെയ്യും? തീ പിടിച്ചാൽ എന്ത് ചെയ്യും? എല്ലാം കത്തി ചാമ്പലാകും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരത്തിൻ്റെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും ലൗകായികതയുടെയും ജഡികതയുടെയും ഒക്കെ തിന്മകള് ഈ അഗ്നികുണ്ഡത്തിൽ കത്തിച്ചാമ്പലായിട്ട് ഞാനൊരു പുതിയ വ്യക്തിയായി മാറുന്ന നിമിഷമാണ് ഈ റൂഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത്, പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് ലേഖനം 5:17 പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി. യോഹന്നാന്റെ സുവിശേഷം 15:4 നമ്മൾ വായിക്കുക, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മളെങ്ങനെയാ ഈശോയിൽ വസിക്കുന്നത്? ഈശോയിൽ വസിക്കുന്നത് എങ്ങനെയാ? യോഹന്നാന്റെ സുവിശേഷം 17:21 നമ്മൾ വായിക്കുന്നു, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1 തിരുവചനം ഒന്ന് വായിക്കുവാണെങ്കിൽ നല്ലതാണ്. അതായത് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു കുടുംബ ജീവിതം നിങ്ങൾ നയിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ ഭിന്നതയുടെയും ശത്രുതയുടെയും അനൈക്യത്തിൻ്റെയും ദുരാത്മാവ് പുറത്തിറങ്ങിയേ പറ്റൂ. ഹല്ലേലൂയ. ഉണ്ടോ വചനം? ഫിലിപ്പിയർ 2:1. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഓക്കേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ക്രിസ്തീയ സമൂഹം ലക്ഷ്യം വെക്കുന്ന ഈ കൂട്ടായ്മയും സാഹോദര്യവും ഐക്യവും ഒക്കെ ദിവ്യകാരുണ്യ ചൈതന്യത്തിലുള്ള ജീവിതത്തിന്റെ ലക്ഷണങ്ങളാണ്. ഹല്ലേലൂയ. ഒരു ഗ്രീക്ക് വാക്ക് നമ്മൾ പറയാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, കൊയിനോണിയ എന്ന് പറയും. കൊയിനോണിയ എന്ന് പറഞ്ഞാൽ ആ കൂട്ടായ്മയാണ്, ഐക്യത്തെയാണ്, പരസ്പരമുള്ള സാഹോദര്യത്തെയാണ്. ഇതാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് വളർന്നു വളർന്നു വരേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 4:32 ഒരേ ഹൃദയവും ഒരേ ആത്മാവുമുള്ളവർ ഒക്കെ പറഞ്ഞ് ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറിന്തോസ്യർക്ക് 1 ലേഖനം 10:17 പറയാണ്, അപ്പം ഒന്നേ ഉള്ളൂ, അതിൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകൾ ആകുന്നു. ഈശോയുടെ ആ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച് കടന്നു പോകുന്ന നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. അതായത് ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ ജീവിക്കാനാണ്, പങ്കുവെച്ച് ജീവിക്കാനാണ്, സ്നേഹത്തിൽ ജീവിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തവരുമായി ഉള്ളത് പങ്കുവെച്ച് ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:1 വചനമുണ്ട്, ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു, ഇനി നിങ്ങൾ ഒന്നിനും അടിമത്തത്തിന് വിധേയരാകാൻ
പാടില്ല. ഒരടിമത്തവും സമ്പത്തിനോ പേരിനോ പ്രശസ്തിക്കോ ധനത്തിനോ ഒന്നിനും നമ്മൾ അടിമകളാകാതെ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാനാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി റോമാക്കാർക്ക് ലേഖനം 8:2 നമ്മളിങ്ങനെ വായിക്കുക, എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ആമേൻ. എത്രയോ സന്തോഷകരമാ അല്ലേ? എല്ലാ തരത്തിലുള്ള നിയമം. പാപം ചെയ്യുന്നവൻ, തെറ്റ് ചെയ്യുന്നവൻ എന്തനുഭവിക്കണം? ശിക്ഷ അനുഭവിക്കണം. അതാണ് നിയമം. പക്ഷേ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ജീവാത്മാവിന്റെ നിയമം വഴി ഈ പാപം ചെയ്തവൻ പോലും തെറ്റ് ചെയ്യുന്നവൻ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള നിയമം യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായി. ആര് ശിക്ഷ ഏറ്റെടുത്തു? യേശു ശിക്ഷ ഏറ്റെടുത്തു. അതുകൊണ്ട് ഗലാത്യക്കാർക്ക് ഇത് ലേഖനം 4:6 പൗലോസ് നമ്മളോട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ഗലാത്യക്കാർക്ക് ലേഖനം 3:26-27 പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മാമോദീസായിലൂടെ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഉറക്കെ സ്വരമുയർത്തി 2 കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ഈശോയെ സ്തുതിക്കുന്നു.